ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യുന്ന എല്ലാവിധ സെയിൽസ്, പർച്ചേസ്, റെസീപ്റ്റ്, പേയ്മെൻറ്റ്സ് അങ്ങനെയുള്ള നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്, കോസ്റ്റ്, എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഓൺലൈനായിട്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ഓണേഴ്സ് ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ബില്ലിംഗ് കൗണ്ടറിലും ബില്ലൊക്കെ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണേഴ്സിന് നമ്മുടെ ഷോപ്പിൽ എത്ര വരുമാനമുണ്ട്, അതുപോലെ തന്നെ എത്ര എക്സ്പെൻസ് ഉണ്ട്, ഇന്ന് എത്ര സെയിൽ ചെയ്തിട്ടുണ്ട്, ഇന്ന് എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഷോപ്പിലെ നമ്മുടെ എംപ്ലോയീസിനോട് ചോദിക്കാതെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വേണ്ടി നമുക്ക് ഹോസ്റ്റിങ്ങിനും കാര്യങ്ങൾക്കൊന്നും വേണ്ടി നമുക്കൊരു ചിലവും വരുന്നതല്ല. ഫുള്ളി ഫ്രീ ആണ്. അതായത് മന്ത്ലി, ഇയർലി അങ്ങനെയുള്ള ചിലവൊന്നും നമുക്കില്ല. ഫുള്ളി നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ടെസ്റ്റിംഗ് ഇപ്പോൾ കഴിഞ്ഞ് ഡെവലപ്മെൻറ്റ് പ്രോസസ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടുത്ത വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ്, നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വേണ്ട സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യുക നോക്കാം. അതിനായി നമുക്ക് ഫസ്റ്റ് ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന മെനുവിലേക്ക് വരിക. ഇവിടെ നമുക്കൊരു മൊബൈലിന് വേണ്ടി സെറ്റിങ്സിന് വേണ്ടി നമുക്കൊരു ടാബ് ഉണ്ട്. ഇവിടെ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു യൂസർ നെയിം പാസ്വേഡും വെച്ചാണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. അതായത് നമ്മുടെ ഓരോ കമ്പനീസിനും നമുക്ക് ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു യൂസർ നെയിം പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഡാറ്റ സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു സെയിൽ ബില്ല് എൻ്റർ ചെയ്തു. അപ്പോൾ ആ ഡാറ്റ നമ്മുടെ സെർവറിൽ പോയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഓണേഴ്സിൻ്റെ കയ്യിലുള്ള മൊബൈലിലേക്ക് ഡാറ്റ, ഈ ഒരു നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഡാറ്റ എത്തുക. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും അതുപോലെ തന്നെ സെർവറിലേക്ക് പോയി അവിടെ ശേഷം നമുക്ക് മൊബൈലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് സിങ്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിങ്ക് ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ നമുക്കൊരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്ന സമയത്ത് നമുക്ക് സിങ്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു സമയത്ത് നമുക്ക് മൊബൈൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ആക്ടിവിറ്റി ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ഡാറ്റ സിങ്ക്, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ സിങ്ക് ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് അപ്ഡേറ്റ്സ് ആവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ മാനുവലി സെറ്റ് ചെയ്ത് വിട്ടാണെങ്കിൽ, മാനുവലിയാണ് സെറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് ഇവിടെ മാനുവലി നമുക്ക് സിങ്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് മൊബൈൽ ഈ ഒരു ടാബിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ മാനുവലി സിങ്ക് ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യണം, സിങ്ക് ആവണമെങ്കിൽ നമുക്ക് എവറി സെക്കൻഡ്സ് അല്ലെങ്കിൽ എവറി മിനിറ്റ്സ്, എവറി ഹവേഴ്സ് ഇങ്ങനെയുള്ള ഈ 3 ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് നെറ്റ്വർക്ക് സ്പീഡിനനുസരിച്ച് ഇത് സിങ്ക് ആയിക്കോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇപ്പം ഇത് എവറി സെക്കൻഡ്സ് തന്നെ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു യൂസർ നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് സെർവറിലാണ് സേവ് ആവുന്നത്. നമുക്കിത് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കാം. ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരു എമുലേറ്റർ വഴി മൊബൈൽ ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സ്ലോ ആണ്. നമുക്കിത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം പിന്നെ പാസ്വേഡും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പർച്ചേസ് ഇതൊക്കെ കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത്ര ഡാറ്റാസ് നമുക്കിവിടെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ടോട്ടൽ സെയിൽസ്, പർച്ചേസ്, പേയ്മെൻറ്റ്, റെസീപ്റ്റ് ഇങ്ങനെയുള്ള ഈ ഒരു 4 കാര്യങ്ങളാണ് നമുക്കിവിടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണാനായിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ ടുഡേയ്സ് ലിസ്റ്റാണ് ഇതിപ്പോൾ ഇത് കാണുന്നത്. നമുക്ക് അടുത്ത ഒരു ടാബ് കൂടി കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ. ഈ ടോട്ടൽ ടാബിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ്, ടോട്ടൽ ഇൻകം ഇങ്ങനെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസും കൂടി കാണാം. ഇതൊക്കെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് പുതിയൊരു അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് മുകളിൽ താഴെ സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഒക്കെ റിഫ്രഷ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഈ ടുഡേയ്സ് എന്ന ടാബിൽ പോകാം. ഇവിടെ ഇപ്പോൾ ഡാറ്റാസ് ഒക്കെ ക്ലിയർ ആണ്. ഇപ്പോൾ ഒരു സെയിൽസും പർച്ചേസും ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സെയിൽസ് ഇപ്പോൾ എൻ്റർ ചെയ്യാം. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നമുക്ക് സെയിൽസ് എൻ്റർ ചെയ്യാൻ നമുക്കൊരു മൾട്ടിപ്പിൾ ഫോംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമുക്കൊരു ഫസ്റ്റ് ഒരു സെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു മാംഗോ എന്ന് പറയുന്ന ഐറ്റം സെലക്ട് ചെയ്യണം. ഇത് കഴിയുമ്പോൾ
ക്വാണ്ടിറ്റി 2 കൊടുത്തു. ജസ്റ്റ് കൺട്രോൾ എസ് എടുത്ത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇത് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ വരിക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ ആ ഡാറ്റ ഇവിടെ കയറിയിട്ടുണ്ട്. അതായത് ടോട്ടൽ സെയിൽസ് നമുക്ക് 100 ആയി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ജസ്റ്റ് സെയിൽസ് വരിക. ഇതിപ്പോൾ ഓരോ സെക്കൻഡ്സ് നമുക്ക് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പോൾ സെറ്റിങ്സ് ഓരോ സെക്കൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സെക്കൻഡ്സിലും നമുക്ക് ഈ ഒരു ഡാറ്റ സെർവറിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡിനനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഒരു പർച്ചേസും കൂടി ചെയ്ത് നോക്കാം. പർച്ചേസ് ഒരു സപ്ലയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നമുക്കൊരു ഏതെങ്കിലും ഒരു ഐറ്റം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഒരു 10 കൊടുത്തു. ജസ്റ്റ് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വന്ന് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോട്ടൽ പർച്ചേസ് ഇവിടെ 200 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഇതിന് യാതൊരു കോസ്റ്റും ഇല്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഫുള്ളി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കൂടെ ഫ്രീ ആണ്. ഞാൻ അടുത്ത നമ്മുടെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.